ജീവിത പ്രശ്നങ്ങൾ നേരിടുന്നവരും ക്ഷേത്രത്തിൽ പോകാൻ കഴിയാത്തവരും മറ്റ് മതസ്ഥരായിട്ടുള്ളവരും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേരും നാളും രേഖപ്പെടുത്തിയാൽ ഞങ്ങളുടെ പ്രാർത്ഥനാവേളയിൽ അതുകൂടി ഉൾപ്പെടുത്തുന്നതായിരിക്കും. അതുപോലെ തന്നെ 2026 നിങ്ങൾക്ക് എങ്ങനെയെന്ന് അറിയുന്നതിനായി ജാതക പരിശോധന നടത്തി പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിക്കുന്നതാണ്. താല്പര്യമുള്ളവർ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജായി അയയ്ക്കുക. അതുപോലെ തന്നെ ദോഷങ്ങൾ ജീവിതത്തെ ബാധിക്കുന്നുവെങ്കിൽ ഐശ്വര്യപ്രദമായ യന്ത്രങ്ങൾ വളരെ ചിട്ടയോടും നിഷ്ഠയോടും കൂടി പൂജാതി കർമ്മങ്ങൾ കഴിഞ്ഞ് നിങ്ങളുടെ കൈകളിൽ എത്തിച്ചു തരുന്നു. സർവൈശ്വര്യത്തിനായി സുദർശന യന്ത്രം, സമ്പദ് വർധനവിനായിട്ട് കുബേര യന്ത്രവും ധനലക്ഷ്മി യന്ത്രവും, ദാമ്പത്യ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി ബാണേശി, വിവാഹ തടസ്സം നേരിടുന്നവർക്കായി സ്വയംവര യന്ത്രം തുടങ്ങി ജാതക പരിശോധന നടത്തി ഏത് യന്ത്രമാണോ നിങ്ങൾക്ക് വേണ്ടുന്നത് അത് കൃത്യമായി നിങ്ങൾക്ക് നൽകുന്നതാണ്. താല്പര്യമുള്ളവർ മാത്രം ബന്ധപ്പെടുക. നമസ്കാരം, സുദർശന TV ചാനലിലേക്ക് സ്വാഗതം. ഓം ഗജാനനം ഭൂതഗണാതിസേവിതം കപിധ്വജംബുഫലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വരപാദപങ്കജം. ഓം ഗണേശ്വര മഹേശ്വര പാർവതീദേവിയമ്മേ ഭഗവതിയെ നമോ നമഃ. ഓം സുബ്രഹ്മണ്യസ്വാമിയെ നമോ നമഃ. അയ്യപ്പസ്വാമിയെ നമോ നമഃ. ഭദ്രകാളിയമ്മയെ നമോ നമഃ. ഓം ദുർഗാദേവിയമ്മയെ നമോ നമഃ. ഒരിക്കൽ കൂടി ഏവർക്കും സ്വാഗതം. 2026 മഹത് ഭാഗ്യങ്ങൾ അനുഗ്രഹിക്കുവാൻ വിശേഷിക്കപ്പെട്ട ചില നക്ഷത്രങ്ങളെക്കുറിച്ച് വ്യക്തമാക്കുകയാണെന്ന്. 2026 ഫെബ്രുവരി മാസം 15-ാം തീയതിയാണ് ശിവരാത്രി വന്നു ചേരുന്നത്. ഭഗവാന്റെ അനുഗ്രഹത്തിന് പൂർണ്ണമായും പാത്രീഭൂതരാകുവാൻ ശിവമന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ട് ആ ഒരു പകലും രാത്രിയും വ്രതനിഷ്ഠയോടുകൂടി തന്നെ മുന്നോട്ട് നീങ്ങണമെന്നുള്ളതാണ്. ഭഗവത് ചൈതന്യമായിരിക്കുന്ന ശ്രീ പരമേശ്വരൻ്റെ അനുഗ്രഹം ലഭിച്ചാൽ പിന്നെ മറ്റെന്താണ് നമുക്ക് വേണ്ടത്? ഏറ്റവും അനുയോജ്യമായിരിക്കുന്ന, ഏറ്റവും ഭാഗ്യദായകമായിരിക്കുന്ന ചില സന്ദർഭങ്ങൾ ചില രാശിക്കാർക്ക് വളരെ സാമ്പത്തികമായ നേട്ടങ്ങൾ ഉണ്ടാക്കി കൊടുക്കും. ശിവരാത്രിയുമായി ബന്ധപ്പെട്ട ചില മാറ്റങ്ങളെക്കുറിച്ചാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. മഹാശിവരാത്രി ദിനത്തിൽ രൂപം കൊള്ളുന്ന ഏറ്റവും വലിയ ഭാഗ്യദായകമായിരിക്കുന്ന ലക്ഷ്മി നാരായണ യോഗത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. തീർച്ചയായിട്ടും ലക്ഷ്മി നാരായണ യോഗം പല വലിയ മാറ്റങ്ങൾക്കും കാരണമാവും. സൂര്യനും രാഹുവും കുംഭം രാശിയിൽ ഫെബ്രുവരി 15-ാം തീയതി ഒന്നിച്ചു ചേരുകയാണ്. ഇതുകൂടാതെ ബുധനും ശുക്രനും സംക്രമിക്കുന്നുണ്ട്. ഈ ഗ്രഹങ്ങളുടെ സംയോഗത്തിൻ്റെ എല്ലാം അടിസ്ഥാനത്തിലുണ്ടാകുന്ന വലിയ യോഗമാണ് ലക്ഷ്മി നാരായണ യോഗം എന്ന് പറയുന്നത്. സൂര്യൻ്റെയും രാഹുവിൻ്റെയും അതുപോലെ തന്നെ ബുധൻ്റെയും ശുക്രൻ്റെയും രാശി സഞ്ചാരത്തിലൂടെയുള്ള യോജിപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വലിയ ഭാഗ്യദായകമായിരിക്കുന്ന ഒരു യോഗം വന്നു ചേർന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ലക്ഷ്മി നാരായണ രാജയോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് വന്നു ചേരുന്നത് ഭഗവതി ലക്ഷ്മിയുടെയും ഭഗവാൻ ശ്രീ മഹാവിഷ്ണുദേവൻ്റെയും ഒരുമിച്ചുള്ള അനുഗ്രഹമാണ്. വ്യാഴ വ്യവസ്ഥയുടേതായിരിക്കുന്ന ദേവനാണ് വിഷ്ണുദേവൻ. വ്യാഴം ധനകാരകനാണ്. ധനകാരകനായിരിക്കുന്ന വിഷ്ണുദേവൻ്റെ അനുഗ്രഹം ലഭിക്കുക എന്ന് പറയുന്നത് വളരെ വളരെ ഐശ്വര്യദായകമാണ്. അതോടൊപ്പം ലക്ഷ്മി ദേവിയുടെ കടാക്ഷം കൂടി ലഭിക്കുന്നു എന്ന് പറയുമ്പോൾ പിന്നെ ചിന്തിക്കേണ്ട കാര്യമേ ഇല്ല. സമ്പത്ത് നമുക്ക് ചിന്തിക്കുന്നതിനും അപ്പുറത്തേക്ക് മുന്നിലേക്ക് വരിക എന്നുള്ളതാണ് അതിൻ്റെ പരിണിത ഫലം എന്ന് പറയുന്നത്. അത്രത്തോളം ഭാഗ്യദായകമാണ് ഈ ലക്ഷ്മി നാരായണ യോഗത്തിലൂടെ വന്നു ചേരുന്നത്. സൂര്യൻ്റെയും രാഹുവിൻ്റെയും കുംഭം രാശിയിലേക്കുള്ള മാറ്റം ഫെബ്രുവരി 15-ന് നടക്കുന്നു. ഈ ഫെബ്രുവരി 15-ന് തന്നെ ബുധനും ശുക്രനും ഇതേ രാശിയിൽ വന്നു ചേരുന്നു. അതാണ് ഈ യോഗത്തിൻ്റെ ഏറ്റവും പരമപ്രധാനമായ വ്യവസ്ഥ. സൂര്യൻ എന്ന് പറയുന്നത് ഗ്രഹത്തിൻ്റെ രാജാവാണ്. രാഹു എന്ന് പറയുന്നത് പലതിനെയും നിയന്ത്രിക്കുന്നതായ ഗ്രഹത്തിൻ്റെ വ്യവസ്ഥയാണ്. അതുപോലെ തന്നെ ബുധൻ ഭാഗ്യകാരകനാണ്, വിദ്യാകാരകനാണ്. അതുപോലെ തന്നെ ശുക്രൻ എന്ന് പറയുന്നത് സ്വാഭാവികമായും പരിശുദ്ധിയുടേതായിരിക്കുന്ന അനുഗ്രഹങ്ങൾ നൽകി നമ്മളെ മുന്നോട്ട് നയിക്കുന്ന ഗ്രഹമാണ്, അല്ലെങ്കിൽ ദേവനാണ്. തീർച്ചയായിട്ടും
ഈ 4 ഗ്രഹങ്ങളുടേതായിരിക്കുന്ന അനുഗ്രഹദായകത്വമായിരിക്കുന്ന വലിയ നിമിഷമാണ് ലക്ഷ്മി നാരായണ യോഗത്തിലൂടെ, ലക്ഷ്മി നാരായണ രാജയോഗത്തിലൂടെ വന്നു ചേരുന്നത്. പല രാശിക്കാരുടെയും ജീവിതത്തിലുണ്ടാകുന്ന സാമ്പത്തിക സമ്പൂർണതയാണ് ലക്ഷ്മി നാരായണ രാജയോഗത്തിലൂടെ വന്നു ചേരുന്നത്. അതിലാദ്യത്തെ രാശി എന്ന് പറയുന്നത് മിഥുനം രാശിയാണ്. മകയിരം പകുതി, തിരുവാതിര, പുണർദം മുക്കാൽ ചേരുന്ന മിഥുനം രാശി. മിഥുനം രാശിയുടെ 9ാം ഭാവത്തിലാണ് ലക്ഷ്മി നാരായണ യോഗം രൂപം കൊള്ളുന്നത്. 9ാം ഭാവത്തിൽ രൂപം കൊള്ളുന്ന ലക്ഷ്മി നാരായണ രാജയോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ രാശിജാതരായി ജനിക്കുന്ന നക്ഷത്രജാതർക്ക് സമ്പൂർണമായിരിക്കുന്ന ഭാഗ്യവും സമ്പത്തും സമൃദ്ധിയും പൂർണ്ണമായും വന്നു ചേരുക തന്നെ ചെയ്യും. മുടങ്ങിക്കിടന്ന പല പദ്ധതികളും പൂർത്തീകരിക്കുവാനും വിജയിപ്പിക്കുവാനും ഈ നക്ഷത്രജാതർക്ക് കഴിയും. പിതാവിൻ്റെയും ഉന്നത അധികാരികളുടെയും പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പല ഗുണങ്ങളും നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരുന്നത് തിരിച്ചറിയുവാൻ കഴിയുക തന്നെ ചെയ്യും. ഔദ്യോഗികമായ കാര്യങ്ങൾക്ക് ദൂരയാത്ര അനിവാര്യമായി വരും. മത്സര പരീക്ഷകളിലും ഉന്നത വിദ്യാഭ്യാസ രംഗത്തും വളരെ വലിയ തോതിൽ വിജയിക്കുവാൻ ഈ രാശിജാതർക്ക് കഴിയും. ഇപ്പോൾ പരീക്ഷകളാണെങ്കിലും അതുപോലെ തന്നെ ജീവിതത്തിൻ്റെ പരീക്ഷകളാണെങ്കിൽ പോലും വളരെ വലിയ തോതിൽ വിജയിക്കുവാൻ ഈ രാശിക്കാർക്ക് കഴിയും. ജീവിതത്തിൻ്റെ പരീക്ഷ എന്ന് പറഞ്ഞാൽ ഇന്നലെ വരെ ദുഃഖങ്ങളും ദുരിതങ്ങളും നീണ്ടു കിടന്നിരുന്ന ഒരു നക്ഷത്രജാതനാണ് എങ്കിൽ തീർച്ചയായിട്ടും ഈ മിഥുനം രാശിയിലാണ് ജനിച്ചതെങ്കിൽ പിന്നീട് പറയുകയേ വേണ്ട. 9ാം ഭാവത്തിൽ ഉണ്ടായിരിക്കുന്ന മനോഹരമായിരിക്കുന്ന അനുഗ്രഹം കൊണ്ട് ജീവിതത്തിൻ്റെ എല്ലാ സന്തോഷങ്ങളും അനുഭവിക്കാൻ ഇവർക്ക് വിധിയുണ്ടാകും എന്നുള്ളതാണ്. അടുത്തത് ചിങ്ങം രാശിയാണ്. മകം പൂരം ഉത്രം കാൽ ചേരുന്ന ചിങ്ങം രാശി. ചിങ്ങം രാശിക്കാർക്ക് ഈ സമയം ലക്ഷ്മി നാരായണ രാജയോഗത്തിൻ്റെ പൂർണ്ണമായ അനുഗ്രഹം വന്നുചേരും. കൂടാതെ ചിങ്ങം രാശിക്കാരുടെ കുടുംബത്തിൽ ദാമ്പത്യത്തിൻ്റേതായിരിക്കുന്നതും കുടുംബപരമായിരിക്കുന്നതുമായ ജീവിതത്തിൻ്റെ എല്ലാ സന്തോഷങ്ങളും അനുഭവിക്കാൻ ഭാഗ്യമുണ്ടാകും. ജീവിത പങ്കാളിയിൽ നിന്ന് വളരെ സന്തോഷകരമായിരിക്കുന്ന അവസ്ഥ വന്നുചേരും. കടബാധ്യത കൊണ്ട് ബുദ്ധിമുട്ടി നിൽക്കുന്ന ചിങ്ങം രാശിക്കാരനാണെങ്കിൽ ലക്ഷ്മി നാരായണ യോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ വന്നു ചേരുന്ന ഭാഗ്യ വ്യവസ്ഥകളിലൂടെ കടബാധ്യതകളൊക്കെ ഒഴിഞ്ഞ് വളരെ ആനന്ദദായകമായിരിക്കുന്ന ഒരു ജീവിതത്തിൻ്റെ പശ്ചാത്തലത്തിൽ മുന്നേറാൻ കഴിയുക തന്നെ ചെയ്യും. അതുപോലെ തന്നെ ദൂര യാത്രയ്ക്കോ വിദേശവാസത്തിനോ ഒക്കെ വളരെയധികം അനുകൂലമായ സമയം കാണുന്നുണ്ട്. വിദേശ ജോലിക്ക് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അത് ലഭിക്കുക തന്നെ ചെയ്യും. അതുപോലെ തന്നെ ഈ രാശിയിൽപ്പെട്ട ആളുകൾ വിദേശത്ത് ചെന്നുപെട്ട് ജോലി ലഭിക്കാതെ ഇരിക്കുന്ന ആളുകൾക്കാണെങ്കിൽ ഫെബ്രുവരി 10 ശേഷം സൂക്ഷ്മമായ വ്യവസ്ഥയിൽ തന്നെ പറയാൻ കഴിയും അവർക്ക് ജോലി ലഭിക്കും. കഷ്ടപ്പാടുകളിൽ നിന്നൊക്കെ അകന്ന് അവർക്ക് ജീവിതത്തിൻ്റെ നല്ല കാലങ്ങൾ അനുഭവിക്കാനിട വരിക തന്നെ ചെയ്യും. അടുത്തത് തുലാം രാശിയാണ്. ചിത്തിര പകുതി ചോതി വിശാഖം മുക്കാൽ ചേരുന്ന തുലാം രാശി. തുലാം രാശിക്കാരുടെ 5ാം ഭാവത്തിലാണ് ലക്ഷ്മി നാരായണ യോഗം രൂപം കൊള്ളുന്നത്. തീർച്ചയായും ലക്ഷ്മി നാരായണ യോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തുഷ്ടവും സന്തോഷകരവുമായിരിക്കുന്ന ജീവിതത്തിൻ്റെ പശ്ചാത്തലത്തിൽ മുന്നേറാനുള്ള അവസരം തന്നെയാണ് വന്നു ചേരാൻ പോകുന്നത്. അതുപോലെ തന്നെ ഇവരുടെ സർഗാത്മകമായ കഴിവുകൾക്ക് വളരെയധികം പ്രാധാന്യം ലഭിക്കുകയാണ്. അതുപോലെ തന്നെ മത്സര പരീക്ഷകളിലും മറ്റും വിജയിക്കുന്നതിനായിട്ട് ഇവർക്ക് കഴിയും. സർഗാത്മകമായിരിക്കുന്ന ഇവരുടെ കഴിവുകളെ തീർത്തും പരിപോഷിപ്പിക്കുവാനും അതിനുള്ള അനുഭവങ്ങളും അതിനുള്ള ഭാഗ്യങ്ങളും വന്നു ചേരുക തന്നെ ചെയ്യും. ജീവിതത്തിൽ വളരെ വലിയ ബിസിനസ് മേഖലകളിലൊക്കെ ചെന്നു ചേരാനും ഈ രാശിക്കാർക്ക് കഴിയുമെന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ വിദ്യാഭ്യാസ കാര്യത്തിൽ ശരിക്കും അലസത കാണിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അലസത മാറി ഊർജ്ജസ്വലമായിരിക്കുന്നൊരു വ്യവസ്ഥ വന്നു ചേരാനും പഠന കാര്യത്തിലൊക്കെ വളരെ വലിയ വിജയം നേടിയെടുക്കുവാനും കഴിയും. സ്കോളർഷിപ്പ് പോലെയുള്ള വലിയ പരീക്ഷകളിലൊക്കെ പങ്കെടുക്കുവാനും അതിലൂടെ ഭാഗ്യദായകമായിരിക്കുന്ന അനുഭവങ്ങൾ വന്നു ചേരാനുള്ള ഭാഗ്യവും കാണുന്നുണ്ട്. അടുത്തത് ഇടവം രാശിയാണ്. കാർത്തിക മുക്കാൽ രോഹിണി മകയിരും പകുതി ചേരുന്ന ഇടവം രാശി. ഇടവം രാശിക്കാരുടെ 10ാം ഭാവത്തിലാണ് ലക്ഷ്മി നാരായണ രാജയോഗം രൂപപ്പെടുന്നത്. ആയതുകൊണ്ട് തന്നെ അവരുടെ തൊഴിൽ സാധ്യത വളരെയധികം കൂടുതലായി വരും. ഉദ്ദേശിക്കുന്ന തൊഴിൽ തന്നെ അവർക്ക് ലഭിക്കും. തീർച്ചയായിട്ടും ആ തൊഴിലിലൂടെ മുന്നേറാൻ അവർക്ക് കഴിയും. വിദേശ രാജ്യങ്ങളിലൊക്കെ തൊഴിലിനായി ആഗ്രഹിച്ചു നിൽക്കുന്ന ഈ രാശിക്കാർക്ക് അത് നടക്കും. തീർച്ചയായും അവരുടേതായിരിക്കുന്ന എല്ലാ ജീവൽ പശ്ചാത്തലങ്ങളിലും വിജയം വന്നു ചേരും. വിദ്യാഭ്യാസപരമായിരിക്കുന്ന പുരോഗതി ഇവർക്കുണ്ടാവും. അതുപോലെ തന്നെ യുവതീ യുവാക്കൾക്ക് തൊഴിൽ സാധ്യത ഏറെയുണ്ടാകും. തൊഴിൽ വന്നു ചേരുന്ന നല്ല സമയമായിട്ടാണ് ഇതിനെ കണക്കാക്കേണ്ടുന്നത്. ലക്ഷ്മിയുടെയും അതുപോലെ തന്നെ മഹാവിഷ്ണുദേവൻ്റെയും പൂർണ്ണ അനുഗ്രഹം ലഭിക്കുന്ന നക്ഷത്രജാതരാണ് ഈ രാശിയിൽ നിലനിൽക്കുന്നവർ. ലോട്ടറി പോലെയുള്ള വമ്പൻ ഭാഗ്യങ്ങൾ ഇവരിലേക്ക് വന്നു ചേരാനുള്ള സർവ്വഭാഗ്യങ്ങളും ഉണ്ടാകുന്നു. ആയതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇന്നലെ വരെ ഉണ്ടായിരുന്ന ബാധ്യതകളിൽ നിന്നൊക്കെ രക്ഷ നേടാൻ ഇവർക്ക് കഴിയും. അടുത്തത് മേടം രാശിയാണ്.
അശ്വതി, ഭരണി, കാർത്തിക കാൽ ചേരുന്ന മേടം രാശിയാണ് അടുത്തത്. മേടം രാശിക്കാരുടെ 11ാം ഭാവത്തിലാണ് ലക്ഷ്മി നാരായണ യോഗം രൂപം കൊള്ളുന്നത്. തീർച്ചയായിട്ടും അത് അവരുടെ ജീവിതത്തിൻ്റെ ഏറ്റവും അനുഗുണമായിരിക്കുന്ന നിലവാരത്തിലേക്ക് അവരെ ഉയർത്തിക്കൊണ്ടുപോകാൻ കഴിയും. സാമ്പത്തികമായ എല്ലാ ബാധ്യതകളും ഇവരിൽ നിന്ന് അകന്നു പോകും. ഋണബാധ്യതകളൊക്കെ മാറിയതിനു ശേഷം എല്ലാ നന്മകളും അനുഭവിക്കുവാൻ ഇവർക്ക് കഴിയും. വിദേശ രാജ്യങ്ങളിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ഇവർക്ക് വിദേശ ഭാഗ്യം കാണുന്നുണ്ട്. ടെക്നിക്കൽ വിദ്യാഭ്യാസം നേടിയെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് വിദേശത്ത് പോയി പഠിക്കാനും അതുപോലെ തന്നെ ജോലി ചെയ്യാനുള്ള ഭാഗ്യം കാണുന്നുണ്ട്. അധ്യാപകർക്കും പോലീസ് പോലെയുള്ള യൂണിഫോം ഫോഴ്സുകാർക്കും തീർച്ചയായിട്ടും അവാർഡിനൊക്കെ ഉള്ള അർഹത കാണുന്നുണ്ട്. ആഗ്രഹങ്ങൾ പലതും സഫലീകരിക്കുന്ന സമയമായിട്ട് നമുക്കിതിനെ കണക്കാക്കാൻ കഴിയും. കൂടാതെ ജീവിതത്തിൽ വലിയ ഉയർച്ചയും സന്തോഷവുമൊക്കെ വന്നു ചേരുന്ന സമയമാണ് മേടം രാശിക്കാരായിരിക്കുന്ന ഈ നക്ഷത്രജാതരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്നത്. വിദ്യാഭ്യാസപരമായ പുരോഗതി, സാമ്പത്തികമായ പുരോഗതി, തൊഴിൽ പുരോഗതി തുടങ്ങി കാർഷിക പുരോഗതി തുടങ്ങി ഒട്ടനവധി വലിയ കാര്യങ്ങളിൽ ബന്ധപ്പെട്ട് സന്തോഷകരമായ ജീവിതത്തിൻ്റെ വ്യവസ്ഥ സമ്പാദിക്കുവാൻ ഈ നക്ഷത്രജാതർക്ക് കഴിയും. തീർച്ചയായും ലക്ഷ്മി നാരായണ രാജയോഗത്തിലൂടെ ഈ കൂറുകാർക്കും നക്ഷത്രജാതർക്കും എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.